നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തിരഞ്ഞെടുത്തു. 3 സ്ഥിരം സമിതികളിൽ അധ്യക്ഷരായി CPM-ഉം 2 കോൺഗ്രസും വിജയിച്ചു. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം സ്ഥിരം സമിതികളിലേക്ക് BJP അംഗങ്ങൾ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 10:30 നഗരസഭാ കൌൺസിൽ ഹാളിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കാണ് ആദ്യം തിരഞ്ഞെടുപ്പ് നടന്നത്. ചെമ്മണ്ണൂർ നോർത്ത് വാർഡിൽ നിന്നുള്ള CPIM-ലെ പുഷ്പ ജോൺ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശാന്തിനഗർ വാർഡിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം മിനി മോൺസിയും, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആർത്താറ്റെ ഈസ്റ്റ് വാർഡിൽ നിന്നുള്ള മിഷ സെബാസ്റ്റ്യനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പൊതുമരാമത്ത് സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അയ്യമ്പറമ്പ് വാർഡിൽ നിന്നുള്ള CPIM അംഗം T സോമശേഖരനെതിരെ തെക്കേപ്പുറം വാർഡിൽ നിന്നുള്ള BJP അംഗം ശ്രീജിത്ത് ആവേൻ മത്സരിച്ചുവെങ്കിലും ഒന്നിനെതിരെ 3 വോട്ടുകൾ നേടിയ സോമശേഖരൻ വിജയിച്ചു. കോൺഗ്രസിലെ ഷാജി ആലിക്കൽ വോട്ട് അസാധുവാക്കി. അവസാനം നടന്ന വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കുറുക്കൻപാറ വാർഡിൽ നിന്നുള്ള ആർഷ ജിജുവിനെതിരെ കാവലക്കാട് വാർഡിൽ നിന്നുള്ള BJP അംഗം ഗീത ശശി മത്സരിച്ചു. ആർഷയ്ക്ക് 3 വോട്ടും ഗീതയ്ക്ക് 2 വോട്ടും ലഭിച്ചു. ടൗൺ വാർഡിൽ നിന്നുള്ള കോൺഗ്രസിലെ ബീന ബാബു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതികളിലെ അംഗങ്ങൾ തുടങ്ങിയവർ അനുമോദിച്ചു. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു എന്നിവരെ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, കൌൺസിലർമാർ, CPIM നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന് ഓഫീസ് മുറികളിലേക്ക് സ്വീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആർഷ ജിജു ഒഴികെയുള്ളവർ മുൻ ഭരണസമിതികളിൽ കൌൺസിലർമാരായും സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായും പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. കുന്നംകുളം നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ CPIM കോൺഗ്രസ് ധാരണയെന്നാരോപിച്ച് BJP പ്രതിഷേധം. സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ CPM-ഉം കോൺഗ്രസും ചേർന്ന് പങ്കിട്ടെടുത്തെന്നാരോപിച്ചാണ് BJP കൌൺസിലർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം. തിരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ചവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിയായി മാറിയെന്നാണ് BJP ആരോപണം. എന്നാൽ BJP വാദങ്ങളെ CPIM തള്ളി. ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ കഴിഞ്ഞാൽ CPM-ന് 16 അംഗങ്ങളാണ് ഉള്ളതെന്നും അതുപ്രകാരം 3 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനമാണ് CPIM-ന് ലഭിക്കുകയുള്ളൂവെന്നും വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പറഞ്ഞു. CPIM ആർക്കും വോട്ട് ചെയ്യുകയോ ആരുടെയും വോട്ട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ നാണക്കേടിൽ നിന്നും BJP കരകയറിയിട്ടില്ലെന്നും ജയപ്രകാശ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അനാവശ്യമായ ചില ആരോപണങ്ങളുമായി BJP എന്ന രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. കുന്നംകുളം നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങൾക്കും CPIM-ന്റെ അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. മറ്റു രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളായിട്ടുള്ള കൗൺസിലർമാരുടെയും വോട്ട് CPM അംഗങ്ങളും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സാധ്യതകൾക്കനുസരിച്ചുകൊണ്ട് കിട്ടാവുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. CPIM-നെ സംബന്ധിച്ചിടത്തോളം കുന്നംകുളത്ത് 18 കൗൺസിലർമാരാണുള്ളത്. അതിൽ ചെയർമാൻ, വൈസ് ചെയർമാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 16 സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിലർമാരാണ് CPIM-നുള്ളത്. ആ 16 കൗൺസിലർമാരെ ഉൾക്കൊള്ളാവുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമേ CPIM-ന് ലഭിക്കുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയാം. ആ കണക്ക് പ്രകാരമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇപ്പോൾ CPIM-ന് ലഭിച്ചിരിക്കുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ തീരുമാനപ്രകാരം പ്രധാനപ്പെട്ട ആളുകളെ ഞങ്ങൾ അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി തീരുമാനിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം. ഇന്ത്യയിലെ അടിസ്ഥാന പരിസ്ഥിതിവാദത്തിന് രൂപം നൽകിയ ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നിരവധി വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് പൂനെയിലെ വൈകുണ്ഠ ശ്മശാനത്തിൽ നടക്കും. ഗുരുവായൂർ താമരയൂരിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സൈക്കിൾ യാത്രക്കാരൻ കാവീട് സ്വദേശി താഴത്ത് മോഹനൻ, ബൈക്ക് യാത്രക്കാരൻ കാവീട് വടക്കൻ ജസ്റ്റിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. താമരയൂർ സെന്ററിൽ ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരെയും എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
2026 ഗ്രാമകം നാടകോത്സവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തവും ആകർഷകവുമായ പ്രചാരണ പരിപാടികൾ നടത്താൻ സംഘാടക സമിതി തീരുമാനിച്ചു. ഏപ്രിൽ 8 മുതൽ 12 വരെ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത്. സംഘാടക സമിതി യോഗത്തിൽ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻ, കൺവീനർ എന്നിവർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദമായ രീതികളാണ് പ്രചരണത്തിന് ഉപയോഗിക്കുക. മരമെഴുത്ത് പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ജനുവരി 11 ഞായറാഴ്ച രാവിലെ 9-ന് നാടകോത്സവത്തിന് വിളംബരം കുറിച്ചുകൊണ്ട് സമൂഹ ചിത്രരചന നടക്കും. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തൊരുക്കുന്ന വലിയ ക്യാൻവാസിൽ പ്രശസ്ത ചിത്രകലാകാരന്മാർ ഉൾപ്പെടെ ആബാലവൃദ്ധം ജനങ്ങൾ തങ്ങളുടേതായ സൃഷ്ടികൾ രചിക്കുകയും കയ്യൊപ്പ് ചാർത്തുകയും ചെയ്യും. വീട്ടുമുറ്റ നാടകങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യത്യസ്ത പ്രചരണ രീതികൾ ഒരുക്കാനും തീരുമാനിച്ചു. ചെയർപേഴ്സൺ P. കൃഷ്ണദാസ്, ജനറൽ കൺവീനർ AN സോമനാഥൻ, പ്രബലൻ വേലൂർ, പ്രശോഭ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ 13ാമത് ദേശീയ സരസ് മേള തുടങ്ങി 5 ദിനങ്ങൾ പിന്നിടുമ്പോൾ കച്ചവട കണക്കുകൾ മേളയുടെ വിജയകഥയായി മാറുന്നു. മെഗാ ഫുഡ് കോർട്ടിൽ നിന്ന് മാത്രം 51,51,610 രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ സംരംഭകർ സ്വന്തമാക്കിയത്. ദിവസേന ഉയരുന്ന ഉപഭോക്തൃ തിരക്കും സ്ഥിരമായ വിൽപ്പനയും സരസ് മേളയെ സാമ്പത്തികമായി ശക്തമായ വേദിയാക്കി മാറ്റുകയാണ്. അട്ടപ്പാടിയിൽ നിന്നുള്ള തനത് ചിക്കൻ വിഭവമായ വനസുന്ദരി വൻ ഹിറ്റായതോടെയാണ് വിറ്റുവരവിൽ കുതിപ്പ് രേഖപ്പെടുത്തിയത്. ആവശ്യക്കാർ കൂടിയതോടെ ചൊവ്വാഴ്ച മുതൽ വനസുന്ദരിക്ക് മാത്രമായി ഒരു കൗണ്ടർ കൂടി തുറന്നു. ഫുഡ് കോർട്ടിനൊപ്പം ഉൽപ്പന്ന പ്രദർശന വിപണന സ്റ്റാളുകളിലും മികച്ച വിൽപ്പനയാണ് നടന്നത്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കുടുംബശ്രീ സംരംഭകരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യവിഭവങ്ങൾക്കും ഒരുപോലെ മികച്ച ആവശ്യകതയുണ്ടായി. ശേഷിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വ്യാപാര നേട്ടങ്ങളിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും സംരംഭകരും. സരസ് മേള ഞായറാഴ്ച സമാപിക്കും. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ സരസ് മേളയിലെ മെഗാ ഭക്ഷ്യമേളയിൽ പച്ചപ്പിൻ്റെ രുചി പകർന്ന അട്ടപ്പാടി വനസുന്ദരിക്ക് തിരക്കേറി. രുചിയുടെ അപൂർവതയും ആരോഗ്യ സൗഹൃദ സ്വഭാവവും ഒരുമിച്ചു ചേരുന്ന ഈ ആദിവാസി വിഭവത്തിന് ആവശ്യക്കാർ കൂടിയതോടെ മേളയിൽ 2ാമത്തെ സ്റ്റാളും ആരംഭിച്ചു. അട്ടപ്പാടി കൂക്കംപാളയം ആദിവാസി ഉന്നതിയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് വനസുന്ദരി തയ്യാറാക്കുന്നത്. പച്ചനിറത്തിന്റെ പുതുമയോടെ തീന്മേശയിലെത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവമാണ്. മസാലപ്പൊടികളൊന്നും ചേർക്കാതെ പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും മറ്റ് പ്രത്യേക പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്കാണ് വേവിച്ച ചിക്കൻ ചേർക്കുന്നത്. തുടർന്ന് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുക്കുന്ന ഈ വിഭവം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതായാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം. അട്ടപ്പാടി ഉന്നതികളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിരഹസ്യം. ഒരു പ്ലേറ്റിന് 200 രൂപയാണ് വില. റെസ്റ്റോറന്റുകളിൽ ലഭ്യമല്ലാത്ത ഈ അപൂർവ രുചി അനുഭവിക്കാനായി ദിനം തോറും സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിന്റെ കാട്ടകമ്പാൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. അശ്വമേധം എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശ്രീ, പഞ്ചായത്ത് അംഗങ്ങളായ MP രാജൻ, CT ഷാജു, സ്വപ്ന പ്രിൻസ്, ചന്ദ്രവതി NK, ജിൻസി സജു, ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ എന്നിവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. കേരള നല്ല ജീവന പ്രസ്ഥാനം നാച്ചുറൽ ഹൈജീനിസ്റ്റ് ഡോക്ടർ PA രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരൂരിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലിക്ക് ജീവ ഗുരുവായൂർ അഞ്ചുളാൽ പരിസരത്ത് സ്വീകരണം നൽകി. തുടർന്ന് നടന്ന സ്വീകരണ ചടങ്ങ് വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. ജീവ പ്രസിഡന്റ് AK സുലോചന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, പ്രസ് ക്ലബ് പ്രസിഡന്റ് ജയകുമാർ, പ്രസ് ഫോറം പ്രസിഡന്റ് ലിജിത് തരകൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 18 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സൈക്കിൾ യാത്രയിൽ ഇത്തവണ 9 വയസ്സുള്ള പറശ്ശിനിക്കടവ് സ്വദേശി ഗ്യാൻദീപും 71കാരൻ കോവളം സ്വദേശി പ്രഭാകരനും ഉൾപ്പെടെ 40 പേരാണ് പങ്കെടുത്തത്. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി P. ശിവദാസൻ, PI സൈമൺ മാസ്റ്റർ, ട്രഷറർ PA പീതാംബരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,680 രൂപ, പവന് 1,01,200 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം. തയ്യൂർ കോട്ടക്കുന്ന് വാർഡ് ലക്ഷംവീട് ഉന്നതിയിൽ പാറയ്ക്കൽ പരേതനായ സുധാകരൻ ഭാര്യ ദാക്ഷായണി എന്ന തങ്ക നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ചെറുതുരുത്തി പുണ്യതീരത്ത് നടത്തും. ബിജൂഷ്, ബിഷോർ, സിന്ധു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.